നമസ്കാരം. കേരളത്തിലെ ചലച്ചിത്ര വേദിയിലായാലും ഛായാഗ്രാഹകൻ എന്ന നിലയിലായാലും രൂപത്തിലും ഭാവത്തിലും പ്രത്യേകതകൾ പ്രകടിപ്പിക്കുകയും അത് ജനങ്ങളുടെ മനസ്സിൽ സന്തോഷമായി മാറുകയും ചെയ്യുന്ന അങ്ങനെയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാണ് ശ്രീ NL ബാലകൃഷ്ണൻ, അഥവാ നമുക്കെല്ലാം പ്രിയപ്പെട്ട ബാലേട്ടൻ. ബാലേട്ടൻ ജീവിതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന, ആത്മാർത്ഥത തുളുമ്പുന്ന വാക്കുകളിൽ സംസാരിക്കുന്ന അഭിമുഖ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക്. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തീർച്ചയായും തിരുവനന്തപുരത്ത് ജനനം, പക്ഷെ ഒരുപക്ഷെ മലബാറിലൊക്കെ പ്രത്യേകിച്ച് അന്ന് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും ചലച്ചിത്ര മേഖലകളിലും ഒക്കെ കോഴിക്കോട് ഒരു കേന്ദ്രമായിരുന്നു. ബാലേട്ടൻ അവിടെ കുറെ വർഷങ്ങൾ ഇടയ്ക്കിടെ പോയും വന്നും ശ്രീ ബാലൻ കെ നായർ ഉൾപ്പെടെയുള്ള അനശ്വര പ്രതിഭകളെ കുറിച്ച് അങ്ങ് പലപ്പോഴും ഡയറി കുറിപ്പുകളിൽ 10-45 കൊല്ലമായി തുടർച്ചയായി ഡയറി എഴുതുകയാണല്ലോ. അപ്പം അതെല്ലാം പറയുന്നുണ്ട്. ശ്രീ പട്ടത്തവിളിയെ കുറിച്ചുള്ള പരാമർശവും കോഴിക്കോടൻ സാഹചര്യങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. തീർച്ചയായും അത് കോഴിക്കോട് സാഹചര്യം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തും കൊല്ലത്തോ എറണാകുളത്തോ തൃശ്ശൂരോ ഇല്ല അങ്ങനെ ഒരു കൂട്ടായ്മ. അത് കോഴിക്കോടിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അവിടെ പാരഗൺ എന്ന് പറഞ്ഞൊരു ലാഡ്ജ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പാരഗൺ ഹോട്ടൽ, പാരഗൺ വലിയൊരു ബ്രാൻഡായി, പിന്നീട് ബ്രാൻഡായി. ഇപ്പൊ ഞാനൊരു പടത്തിന് തിരക്കഥ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പോയിട്ട് അവിടെ വന്ന ചില ഗസ്റ്റുകൾ പാലക്കാടിൽ പോയി ഫുഡ് കഴിക്കാൻ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ അതാണ് പാലക്കാടിലായിരുന്നല്ലോ ശ്രീ അരവിന്ദനും ഒക്കെ. അതൊരു ചെറിയ ബേക്കറി കം കോഫി ഷോപ്പ്. അത് തന്നെ. അതിന്റെ മുകളിലൊരു റൂമിലായിരുന്നു. അന്ന് അരവിന്ദേട്ടൻ കോറിയിട്ട ചില വരകളൊക്കെ ഇന്ന് അവർ വെള്ളയടിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ, അരവിന്ദേട്ടൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. അത് ആ ഒരു കൂട്ടായ്മ കോഴിക്കോടേ ഉള്ളൂ. തിക്കൊടിയൻ, MD ബാലങ്കെ, അങ്ങനെയുള്ള ഒരു പിന്നെ ആർട്ടിസ്റ്റ് വിജയരാഘവൻ, ചെലവൂർ വേണു, അങ്ങനെ ഒരു ഭയങ്കര കൂട്ടായ്മ. അത് പിന്നെ അവിടെ ഉള്ളു, കോഴിക്കോടേ ഉള്ളു. നമ്മൾ വേറെ ട്രിവാൻഡ്രത്തും പിന്നെ അരവിന്ദേട്ടൻ വന്നതിന് ശേഷം ചില ലോഡ്ജുകളിലൊക്കെ ഇങ്ങനെ കൂടെ പാരമുണ്ട് ലോഡ്ജിലൊക്കെ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അത് കോഴിക്കോടും അദ്ദേഹം പ്രത്യേകമായൊരു കൂട്ടായ്മയുടെ ഒരു പ്രതലം. ഒരു കാര്യം ഓർക്കുന്നു, സംഭാഷണ മധ്യേ പറഞ്ഞു ഇങ്ങനെ കള്ളിച്ചെല്ലമ്മിയിൽ ഷീലയുടെ വേഷം വളരെ ഗംഭീരമായ അഭിനയമായിരുന്നല്ലോ അവരുടേത്. അതിൽ അന്നത്തെ നമ്മുടെ പ്രശസ്തരായ സിനിമ നായികാ നടിമാരും ഒക്കെ, നടന്മാരുടെ കാര്യവും എടുക്കാം, ഗ്ലാമർ അവരുടെ കൂടപ്പിറപ്പായി ഉണ്ട് എന്നല്ലാതെ ഗ്ലാമറിന് വേണ്ടി പ്രത്യേകമായ ശാരീരികമായ ഒരു മെയ്വഴക്കം, അതിന്റെ ഒരു എക്സസൈസ്, ഒരു ജിംനേഷ്യത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നടത്തം, എന്താണ് അന്നത്തെ നമ്മുടെ നായിക നടിമാരുടെയും നടന്മാരുടെയും ഒക്കെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ച് ബാലേട്ടൻ, കാരണം സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് ഇവരെ യഥാർത്ഥത്തിൽ പ്രശസ്തരാക്കുന്നത്. സിനിമ കാണാൻ വേണ്ടി സിനിമാ തിയേറ്ററുകളിൽ ആളുകൾ എത്തണമെങ്കിൽ അവരെക്കുറിച്ചുള്ള സ്റ്റിൽ ചിത്രങ്ങൾ ചുമരായ ചുമരുകളിൽ മുഴുവനും ഉണ്ടാവണം. എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരാളുണ്ട്, പി ഡേവിഡ് എന്ന് പറയും. അദ്ദേഹം ഇപ്പൊ ഫ്രെയിമുകൾക്ക് അപ്പുറം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ പറയുന്നത് ഈ അന്നും ഗ്ലാമറുള്ള നടാമ അന്നാണുള്ളത്. ഇപ്പോഴീ പിന്നെ മൾട്ടി ജിമ്മൊക്കെ വീട്ടിൽ തന്നെ ഇട്ടിങ്ങനെ കൈയൊക്കെ അടിച്ചു പെരുക്കി എങ്കിലും അതുപോലെ ഒരു നായകന്മാരെ നമ്മളെ പിന്നെ കിട്ടിയിട്ടില്ല. നായികമാരെ ഒട്ടും കിട്ടിയിട്ടില്ല. ശാരദ, ഷീല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു. ഇപ്പോൾ ഒരുപാട് സ്ത്രീ രൂപങ്ങളെയും പുരുഷ രൂപങ്ങളെയും ആയിരക്കണക്കിൽ തന്നെ ക്യാമറയിൽ പകർത്തി, അത് തന്നെ ഒരുപാട് ചലച്ചിത്ര നടീനടന്മാരെയും ഒക്കെ. ബാലേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇന്നിപ്പോൾ കൃശഗാത്രികളാവണം, അല്ലെങ്കിൽ കൃശഗാത്രന്മാരാവണം, മെലിഞ്ഞവരാവണം എന്നുള്ള ഒരു ചിന്ത സ്ത്രീ പുരുഷന്മാരെ, പ്രത്യേകിച്ചും ഈ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ എപ്പോഴും ശ്രദ്ധിക്കുന്ന രൂപങ്ങൾ, ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് കൃത്രിമമായ ഒരു ശരീര മാനേജ്മെന്റ്, അതൊക്കെ എന്താണ് അതേക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായം? അതിപ്പം നാടോടുമ്പോൾ നടുവേ ഓടുന്നു എന്നുള്ള ഒരു രീതിയാണ് നമ്മളെ ഉള്ളത്, അത്രേ ഉള്ളൂ. പിന്നെ കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടി അപ്പം നസീറൊക്കെ എത്രയോ കാലം നിന്നു. അദ്ദേഹം ബ്ലഡ് മാറി കുത്തിവെച്ചില്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരുന്നേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതേ ഉള്ളൂ. അത് ഹിന്ദിയിൽ നിന്നൊക്കെ വന്ന ട്രെൻഡാണ്. ഹിന്ദിയിൽ നിന്നാണ് ഈ ശരീരം കാണിച്ച് ബോഡി ഒക്കെ കാണിച്ചിട്ട്, അപ്പോൾ അത് നമ്മളെ ഇങ്ങോട്ട് മലയാളത്തിലും ആവേശിച്ചെന്നുള്ളേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ബാലേട്ടൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത്
ഹിന്ദി ഒരു ഉത്തരേന്ത്യൻ സ്ത്രൈണ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു ഒരു ആര്യബോധം എന്നൊക്കെ പറയാവുന്ന ഒരു ആര്യ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ച്. നമ്മുടെ തെക്കാണെങ്കിൽ, തെക്കേ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചൊക്കെ ഇത്തിരി തടിയൊക്കെ വേണം എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ സൗന്ദര്യത്തിൻ്റെ തടി അങ്ങനെ കൂടുതലായിട്ടല്ല സ്ത്രീകളുടെ കാര്യത്തിൽ പറയുന്നത്. ഇത് ഈ ഒരു ഉത്തരേന്ത്യയുടെ ഒരു ഇടപെടലാണോ ഇതിനൊക്കെ കാരണമായത്? അതാണ് ഹിന്ദി സിനിമയിലാണെങ്കിൽ ഈ ബോഡി കാണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെയാണ് ഇപ്പം നമ്മളെ സിനിമയിലേക്ക് വന്നു തുടങ്ങിയത്. അത് ഒരു ഉത്തരേന്ത്യയിലെ ഒരു ട്രെൻഡിങ്ങോട്ട് ആവേശിച്ചതാണ്. ചില നിമിഷങ്ങൾ ബാലേട്ടൻ പകർത്തിയിട്ടുണ്ട്. ഈ അഭിമുഖത്തിന് വേണ്ടി വരുന്ന വഴിക്ക് ഏറ്റവും ഒടുവിലുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നോക്കിയപ്പോൾ സ്മിത പാട്ടീലിനെ പകർത്തിയ ചിദംബരം സെറ്റിൽ വെച്ച് പകർത്തിയ അതൊരു വലിയ ഒരു സംഭവമാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവരെ നമ്മൾ ഒരിക്കലും ഈ ശിവകാമി എന്നുള്ള ക്യാരക്ടർ അല്ല നമ്മൾ കണ്ടിട്ടില്ല. അവർ വന്നത് നമ്മൾ കണ്ടില്ല. ഒരു പിന്നെ വൈകുന്നേരത്താണ് വന്നിട്ട് അവർ റൂമിൽ പോയി. പിറ്റേന്ന് മുതൽ അവർ വരുന്ന മഞ്ഞളൊക്കെ തേച്ച് ആ ശിവകാമിയുടെ ഹെയർ സ്റ്റൈലിലാണ്. എന്നിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് ഇവർ തിരിച്ച് പിന്നെ ഗസ്റ്റ് ഹൗസിൽ, വാട്ടുപ്പെട്ടി ഗസ്റ്റ് ഹൗസിലാണ്, പിന്നെ ഓഫീസേഴ്സ് ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ, അവർക്ക് 2 റൂം ഒഴിഞ്ഞു കൊടുത്ത് അവിടെ പോകും. പിറ്റേന്ന് രാവിലെ അവർ ശിവകാമി ആയിട്ടാണ്. അപ്പം നമ്മളെ ഇവരെ യഥാർത്ഥ രൂപം കാണാൻ ഞാൻ ഒരു സാരനേട്ടന് പറയും ചെയ്ത്, ഇവരെ യഥാർത്ഥ രൂപം അവർ പറഞ്ഞ അവരിങ്ങനെ അപ്പം മഞ്ഞളൊക്കെ തേക്കുന്നവർക്ക് തമിഴ് ക്യാരക്ടറാണ് ശിവകാമി. നമുക്ക് ഒരു ദിവസം കാണാം എന്ന് പറഞ്ഞ് അവർ ഡയലോഗൊക്കെ പിന്നെ നേരത്തെ തലേദിവസം കൊടുക്കും. അതൊക്കെ അവർ ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി മലയാളം അവർ തന്നെ പറയും. അവർക്ക് പ്രോംപ്റ്റും ചെയ്യണ്ട. പിന്നെ ലാസ്റ്റ് ഡേ അവർ പോകാൻ നേരത്ത് അന്നാണ് ഇവരെ കാറിൽ കയറാൻ നേരത്താണ് ആ പടം ഞാൻ എടുത്തിരിക്കുന്നത്. ഇവർ അങ്ങനെ കാണുന്നത്. അതുപോലെ നമ്മൾ കണ്ടിട്ടില്ല അവരെ. അത്ര ഡെഡിക്കേറ്റഡ് ഒരു ആർട്ടിസ്റ്റാണ്. അവരെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ക്യാരക്ടറായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ക്യാരക്ടറായിട്ട് തന്നെ അല്ലെങ്കിൽ ലോഡ്ജിൽ ചെന്ന് ചിലപ്പോൾ വേഷം മാറുമായിരിക്കും, അല്ലെ ഹോട്ടൽ ഗസ്റ്റ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു അവർ. 31ാമത്തെ വയസ്സിൽ മരിച്ചു. ബാലേട്ടൻ അത് ഹൃദയസ്പൃക്കായ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ചിദംബരത്തിൻ്റെ അഭിനയത്തിലൂടെ ഒരുപക്ഷെ മലയാളത്തിലേക്ക് കുറേ ചിത്രങ്ങളിലേക്ക് വരേണ്ടിയിരുന്നു എന്ന് തോന്നിയ ആ നടി പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. പ്രതിഫലം വാങ്ങിക്കാതെയാണ് അഭിനയിച്ചത് ചിദംബരത്തിൽ. പക്ഷെ അവർ പിന്നെ അകാല നിര്യാണം 31ാമത്തെ വയസ്സിൽ. തീർച്ചയായും അങ്ങനെയുള്ള ദുഃഖങ്ങളുടെയും സുഖങ്ങളുടെയും ഒക്കെ ഓർമ്മക്കുറിപ്പുകൾ ഡയറിയിൽ ഇപ്പോഴും കുറിച്ചു വെക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് തന്നെയും ഇത്ര കൃത്യമായി ഒരു 10-45 കൊല്ലം തുടർച്ചയായി അതും വിശദമായ ഡയറി കുറിപ്പുകൾ, ചില ഡയറി കുറിപ്പുകൾ അതീവ സുന്ദരമായ മുഹൂർത്തങ്ങളെക്കുറിച്ച് ഏതോ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ TTR പിടിച്ചു, തിരക്കിനിടയിൽ ടിക്കറ്റ് എടുക്കാൻ പോലും സമയം കിട്ടിയില്ല, പിഴയുടക്കി. അപ്പം ആയുർവേദം കുറുപ്പ് അദ്ദേഹത്തെ കുറിച്ച് അതിൽ പറയുന്നു. അതെ, ശശിധരക്കുറുപ്പ്. എല്ലാവരും തിരക്ക് കൂട്ടി ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അവിടെ ഒരു നല്ല പ്രയോഗം ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ കുറുപ്പിന്റെ ഉറപ്പ് എന്നുള്ളതാണല്ലോ പ്രയോഗം. ബാലേട്ടൻ ഡയറിയിൽ കുറുപ്പിന്റെ ഉഴപ്പ്, അതുകൊണ്ടുണ്ടായ പ്രശ്നം. അത്തരം ഓർമ്മകൾ എങ്ങനെയാണ്? ആ പഴയ ചങ്ങാത്തങ്ങളും അങ്ങനെയുള്ള അപൂർവ നിമിഷങ്ങളെ കുറിച്ച് ഞാൻ അപ്പോഴപ്പോഴും തന്നെ കുറിച്ച് വയ്ക്കും. എൻ്റെ പേപ്പറും പെൻസിലും കാണും, അല്ലെങ്കിൽ പേനയും കാണും എപ്പോഴും അപൂർവം. എന്നിട്ട് ഞാൻ ഡയറിയിലേക്ക് എഴുതുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എഴുതണം. അല്ല അങ്ങനെ ഡയറിയിൽ ഒതുക്കി എഴുതും. ഡയറിയിൽ ഒരു എലാബറേറ്റ് ആയിട്ട് എഴുതും. മറ്റേ കുറിപ്പ് ഉത്തരായണത്തിന് നമ്മൾ ഇവിടെ നിന്ന് പോകണം മീറ്റർ ഗേജിലാണ് എറണാകുളം വരെ. ഏതാണ്ട് പിന്നെ 6-8 മണിക്കൂറായിട്ട് എടുത്ത് എറണാകുളത്തെത്താം. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ബ്രോഡ് ഗേജ്. അപ്പോൾ അതൊക്കെ ഇപ്പം പറയുമ്പോൾ അങ്ങനെ അത് ശരിയാണോ എന്ന് തോന്നും. അതെ, ഉത്തരായണത്തിന് ഇവിടെ നിന്ന് ഞാൻ 71 ലാസ്റ്റിൽ പോണത് മീറ്റർ ഗേജാണ്. എറണാകുളത്ത് ചെന്നിട്ട് ടിക്കറ്റ് ബ്രോഡ് ഗേജിലേക്ക്. അങ്ങനെ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോഴും ഡയറി എഴുതും. മാധ്യമരംഗത്ത് കേരള കൗമുദിയിലായിരുന്നു ഫോട്ടോഗ്രാഫറായി തുടർച്ചയായി 3 വർഷം. 68, 11 വർഷം. 11 വർഷം. 68 തൊട്ട് 79 വരെ. ഒരുപക്ഷെ അത് കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക മുഹൂർത്തങ്ങളുടെയും ഓർമ്മകളൊക്കെ. ഏറ്റവും ഒരു ഇതെന്ന് വെച്ചാൽ AKG മതിലിയാടുന്ന സെറ്റിൽമെന്റ് കൊട്ടാരം 71. അന്ന് കേരളത്തിൽ ഉടനീളം വെച്ചപ്പോൾ സമരം നടക്കുകയായിരുന്നു. അന്ന് ട്രിവാൻഡ്രത്ത് അത് നയിച്ചത് AKG ആയിരുന്നു.
അത് അങ്ങനെ അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി സ്റ്റാച്യൂവിൽ വന്നിട്ട് ഈസ്റ്റ് ഫോർട്ടിൽ വന്ന് ചായലക്കകത്തൂടെ കരവന കൂടെ പൂജപ്പുര ചെന്നിട്ട് മുഴുവൻ നടന്നിരിക്കുന്നു. ഇന്നൊരു സഹാവിനെ കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ ബാലേട്ടൻ ഞങ്ങളെ ഞാനും മനോരമയിൽ MK വർഗീസും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തളർന്നുപോയി. പിന്നെ കൂടെ പോയെന്നുള്ളതാണ്. പിന്നെ അന്ന് തീരെ ചെറുപ്പമാണ്. അങ്ങനെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു പടമാണ് എൻ്റെ ഈ പ്രസ് ഫോട്ടോഗ്രാഫി, ജേർണലിസ്റ്റ് ഫോട്ടോഗ്രാഫി ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട. അപ്രതീക്ഷിതമായി ചില നല്ല പടങ്ങൾ കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ചും പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ അപൂർവ ഭാഗ്യമായി കരുതുന്നു. അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സെറ്റിങ്ങിൽ എന്നാൽ അത് ഏറ്റവും നല്ല പടമായി പിന്നീട് മാറിയത്? ഇല്ലില്ല, അങ്ങനെ എനിക്ക് അന്ന് പിന്നെ ഈ കോളേജ്, പിന്നെ പ്രൈവറ്റ് കോളേജ് സമരം, അച്യുത മേനോനും ഒക്കെ ഉൾപ്പെട്ട അങ്ങനെയുള്ള കണ്ടോൺമെന്റ് ഹൗസിലൊക്കെയാണ് അങ്ങനെയുള്ളത് കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് അങ്ങനെയുള്ള പിന്നെ ആകെ കിട്ടുന്നത് ഒരു പനത്തുറ കടലാക്രമണം ഒരു കൊല്ലത്തില്. അല്ല അന്നൊരു ഇപ്പോഴും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ട്രിവാൻഡ്രത്തിന്. അതെ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി തീർച്ചയായും സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ചിലപ്പോൾ ഇന്നും ഇപ്പോൾ ഫ്ലക്സ് ടെക്നോളജി ഇപ്പോൾ പ്രിന്റിങ്ങിൽ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഫോട്ടോഗ്രാഫിൽ നിന്നും രൂപകൽപ്പന ചെയ്യുന്ന ഒരു പോസ്റ്റർ ചെയിനിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തും അത്രയും നിർണായകമായ ഒരു പങ്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർക്കുണ്ട് സിനിമയിൽ. അതോടൊപ്പം തന്നെ സംവിധായകന്മാർക്ക് മാർഗദർശനമാകാവുന്ന രീതിയിലുള്ള സ്റ്റില്ലുകളുടെ ക്രമീകരണം, ഇതൊക്കെയും ഓർത്തുകൊണ്ട് വേണ്ടത്ര അംഗീകാരം അന്നും ഇന്നും ഇല്ലാത്ത ഒരു മേഖലയായി ഇത് മാറി നിൽക്കുകയാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചതില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുയില് കാക്കയുടെ കൂട്ടി മുട്ടയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ പറയും, അതുപോലെയാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സംബന്ധിച്ച്. ഒരു സംവിധായകൻ കമ്പോസ് ചെയ്യും, ഇങ്ങനെ ക്യാരക്ടർ അവിടെ, ഇങ്ങനെ ക്യാരക്ടർ, ഇവിടെ നിന്നൊരു ക്യാരക്ടർ വരുന്നു, ക്യാമറാമാൻ ലൈറ്റപ്പ് ചെയ്യും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലൈറ്റപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. കാര്യം എന്ന് വെച്ചാൽ സംവിധായകൻ കമ്പോസ് ചെയ്ത് ഒക്കെ വെക്കുന്ന ക്യാരക്ടേഴ്സിനെ ലൈറ്റപ്പ് ചെയ്യുന്നത് ക്യാമറാമാൻ, നമ്മളത് എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളിലും ഈ സീനില്ലാത്ത പോസ്റ്റർ അടിച്ചു വന്നിട്ടുണ്ട്. സിനിമയിലുള്ളതായിരിക്കില്ലേ അത്? അതെ, അങ്ങനെ പല പടങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ സിനിമയിലുള്ളതിനേക്കാളും അതാണ് പിന്നെ ഭരതൻ പറഞ്ഞത്, ഈ എൻ്റെ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണാവകാശം ഞാൻ വിറ്റ് നിന്റെ ആൽബം കാണിച്ചിട്ടാണ്. അപ്പം അന്ന് ഇന്നത്തെ മാതിരി ഒരുപാട് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ഇല്ലെങ്കിൽ ഇന്നിപ്പോഴും പത്രങ്ങളിലും ഞായറാഴ്ച പതിപ്പുകളിലൊക്കെ സിനിമയ്ക്ക് വേണ്ടതിലേറെ എന്ന് തന്നെ പറയാവുന്ന പ്രാധാന്യം കിട്ടുന്നുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളിലായാലും ഭാഷാ പത്രങ്ങളിലായാലും. അതേസമയം അന്ന് കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ, അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പടങ്ങൾ വരുന്നത് നടീനടന്മാർ കാത്തിരിക്കും. അവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രാധാന്യം കുറച്ചുകൂടിയുണ്ട്. എപ്പോഴെങ്കിലും ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? എങ്കിലും ശ്രീ ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ബാലേട്ടൻ എൻ്റെ പടം വേണ്ടത്ര നന്നായില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ അവഗണിച്ചല്ലോ ആ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അത്തരം ഓർമ്മ? ഇല്ല, അങ്ങനെ ഞാൻ എല്ലാവർക്കും ഒരു പ്രിഫറൻസ് കൊടുത്തേ എടുക്കാറുള്ളൂ. അതെ, ഞാൻ എല്ലാവർക്കും ഒരു നടന്മാരെ പിന്നെ ലാല, മമ്മൂട്ടിയും അല്ലെങ്കിൽ ശോഭന അല്ലെങ്കിൽ അങ്ങനെ ശാരദ, ഷീല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് മാത്രം കുറെ കൂടുതലെടുക്കും. 2 പടം ഇപ്പം മായാമയൂരം എന്ന് പറഞ്ഞൊരു പടത്തിന് ഒരു മോട്ടോർ ഡ്രൈവ് ക്യാമറ ആയിരുന്നു എൻ്റെ കയ്യിൽ, 36 ഫ്രെയിം അടിച്ചു പോയാൽ അറിഞ്ഞില്ല. ലാലിൻ്റെ ഇങ്ങനെ നോക്കി പടം ഫിലിം തീർന്നെന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് ആ ലൈറ്റിങ്ങും ബാക്ക് ലൈറ്റിങ് പ്രത്യേകിച്ച് ഈ സർക്കിൾ, അത് ഔട്ട് ഓഫ് ഫോക്കസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്, ഈ സർക്കിൾസ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അതൊക്കെ വച്ചിട്ട് നമ്മൾ അങ്ങ് അടിച്ച് തീർന്നു എന്നാണത്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും പിന്നെ ഒരേ പ്രാധാന്യമാണ്. ഇപ്പോൾ ഒരു ചെറിയ നടനാണ്, വലിയ നടന അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്. പലപ്പോഴും നമ്മൾ സിനിമകൾ ഓർക്കുന്നത് അതിലെ മനോഹരമായ ചില പാട്ടുകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മനോഹരമായ കഥാമുഹൂർത്തങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ സംവിധായകൻ്റെ ഒരു മികച്ച ചിത്രം എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ പോലും എനിക്ക് ആ സിനിമയുടെ പേരറിയില്ല. പക്ഷേ ആ സിനിമയിൽ ബാലേട്ടൻ പ്രതിനിധാനം ചെയ്ത കഥാപാത്രത്തെ
എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു പക്ഷി നിരീക്ഷകൻ. ശ്രീനിവാസനും മോഹൻലാലും പട്ടണപ്രവേശം. ആ പക്ഷി നിരീക്ഷകൻ അതിൽ വളരെ കുറഞ്ഞ ഒരു 5-10 ഫ്രെയിമുകളിലൊക്കെ വരുന്നുള്ളൂ. പക്ഷേ അത് വളരെ ഭാസുരമായി തന്നെ ആ വലിയ ഒരു ശരീരം, അന്ന് ഇന്നത്തതിൻ്റെ ഒരു ഇരട്ടി ശരീരം ബാലാട്ടിനുണ്ട്. ഒരു ഓർമ്മിക്കുമെങ്കിൽ ഒരു ഡിസൈൻ ഷർട്ടാണ്. പക്ഷേ അത് ആ പക്ഷി നിരീക്ഷകന്റെ ഓരോ കാൽവെപ്പും അന്ന് വളരെ ഹൃദയാവർജകമായി എന്ന് അഭിനയിച്ച് പൊലിപ്പിച്ചിരുന്നു. അഭിനയ രംഗത്ത് ഒരു 10-100 ചിത്രങ്ങൾ അല്ലേ, മികച്ച വേഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് സാധാരണയാണ് ഈ ചോദ്യം. എങ്കിലും അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഓർക്കുന്നു. ആദ്യമായി നായക വേഷമാണ് കിട്ടിയത് രാജീവ് അഞ്ചലിന്റെ ഒരു ചിത്രത്തിൽ. പക്ഷെ അത് നിർഭാഗ്യവശാൽ പുറത്തു വന്നില്ല. പിന്നെ തുടർച്ചയായി അതാണ് എന്റെ പടം, നല്ല പടം. കാര്യം വെച്ചാൽ അതാണ് മുഴുക്കാൻ ഡബ് ചെയ്തിരിക്കുക. 3 തമിഴ് പാട്ടൊക്കെ പാടിയിട്ട് ആ പാട്ട് ഞാൻ തന്നെയാണ് പാടുന്നത്. ഈ സിനിമ പാട്ടാണ്, പക്ഷേ ആ കള്ളു കുടിച്ചിട്ടിരുന്ന് ഒരു തെരുവിലിരുന്ന് പാടുന്ന പാട്ട് അത് ഞാൻ തന്നെയാണ് പാടുന്നത്. മലയാളത്തിലായിരുന്നു. അമ്മാനങ്കിളി എന്ന് പറയും. അഞ്ചല ആ പടം വന്നിട്ടില്ല. ആ മുഴുക്ക ഡബ് ചെയ്ത ഞാനാണ്. തന്നെയാണ് പാടിയത്. അല്ലല്ല, സിനിമാ പാട്ടാണ്, പക്ഷെ അതിലേക്ക് പാടിയിരിക്കുന്ന ഞാൻ തന്നെയാണ്, എന്റെ ശബ്ദത്തിൽ തന്നെയാണ്. 1985 സിനിമാഭിനയം തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ 15, 12, 27 വർഷമായിരിക്കുന്നു. ഏതാണ്ട് ഒരു 10-15 വർഷമായില്ലേ ഈ കർണാഭരണം? 15 10-25 വർഷമായി. സിനിമയിൽ വന്നതിന് ശേഷമാണോ അത്? സിനിമയിൽ വന്നതിന് ശേഷം തന്നെ. ഇപ്പോഴ് പല ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ ഇങ്ങനെ ഒരു ചെവിയിൽ പുരുഷന്മാർ ഒരാഭരണം. പക്ഷെ അക്കാലത്ത് അതൊരു അപൂർവതയായിരുന്നു. ബാലാട്ടിനെ പോലെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അങ്ങനെ തോന്നാനൊരു കാരണം? ഒരു ചെവിയിൽ ഒരു ആഭരണം വേണമെന്ന് തോന്നാൻ? ഇല്ല, അങ്ങനെ പണ്ട് എനിക്ക് 2 കടുക്കാൻ ഇട്ടിരുന്നു. അച്ഛനും കടുക്ക ഉണ്ടായിരുന്നു, ചുവന്ന കടുക്കായി. ആ കാലത്ത് പഴയ അപ്പനുണ്ടായിരുന്നു. അപ്പനുള്ള എനിക്കറിയാം, അച്ഛനുണ്ടായിരുന്നു ഈ 2 ചുവന്ന കടുക്കായി. അപ്പൊ അതൊക്കെ എവിടെ പോയി? പിന്നെ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു ഇതിട്ടാണ്. ആ കടുക്കനെ എന്ത് ചെയ്യാന്നറിയില്ല. ഇങ്ങനെ ചുവന്ന കല്ലില് 2. ബാലേട്ടൻ, ഈ കേരള രാഷ്ട്രീയം, കേരളത്തിലെ സിനിമാ മേഖല, പൊതുവെ സാമൂഹിക രംഗം, മനുഷ്യന്റെ ചങ്ങാത്തങ്ങൾ, സൗഹൃദങ്ങൾ, ഇതിനൊക്കെ തേമാനങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ സിനിമയിലാണെങ്കിൽ തന്നെ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ, സംഘടന തമ്മിലുള്ള പോരാട്ടങ്ങൾ, ശ്രീതിലകനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്? ചേട്ടൻ പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. ഇപ്പൊ കാണികൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. തിലകൻ ചേട്ടൻ പറയുന്നതിൽ വാസ്തവമില്ലെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയ്ക്കകത്ത് നിന്നിട്ട് ആ സംഘടനയെ തരി പറഞ്ഞാൽ അങ്ങനെ, അമ്മ മാഫിയ ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ അങ്ങനെ. അത് നമ്മളൊക്കെ അതിൽ സംഘടനയിലുള്ളവരാണ്. ഇപ്പൊ എനിക്ക് തന്നെ കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് 4000 രൂപ, ഇപ്പം 2500 രൂപ തന്നുകൊണ്ടിരുന്നു. ഇപ്പം 4000 രൂപ തരുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ വെച്ചായിരിക്കും ഞാൻ ജീവിച്ചു പോട്ട്. അത് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ അത് തുറന്നു പറഞ്ഞാൽ എന്ത് കുഴപ്പം? എന്നെ ആ പടത്തിൽ നിന്ന് ഒഴിവാക്കി, അങ്ങനെ ഒന്നും ഇവിടെ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. ഒരു ജാതി പ്രശ്നമില്ല, അങ്ങനെയൊന്നും സിനിമയ്ക്കകത്തൊന്നുമില്ല. ഇതൊക്കെ ചില സങ്കല്പം, ചിലർ അവര് ഒരു സങ്കല്പം വെച്ചിട്ട് പറയുന്നതാണ്. ഈ സിനിമ പിടിക്കാൻ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാകുന്നു. അതുകൊണ്ടാണ് സിനിമാ വ്യവസായം ചിലപ്പോൾ മുരടിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ നായക താരങ്ങളും ഒക്കെ, സൂപ്പർ താരങ്ങളൊക്കെ പ്രതിഫലം കുറക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ. ഇതേക്കുറിച്ചൊക്കെ ബാലേട്ടൻ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളിലധികം ബാലേട്ടൻ ടെൻഷൻ അടിക്കാറില്ല, അറിയാം. പക്ഷേ എങ്കിലും പൊതുവെ പ്രേക്ഷകരോട് അതേക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഒരു നിരീക്ഷണം? ഇല്ല, നമ്മളെ നായക താരങ്ങൾക്ക് പണം അല്ലെങ്കിൽ പ്രതിഫലം കൂടുതലാണെന്ന് പറയുന്നത്. അവരെ പടങ്ങൾ റിലീസ് ചെയ്യുക, അതുപോലെ പല പടങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട് താരങ്ങളെ. അപ്പൊ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കാശ് കൊടുക്കും? സാറ്റലൈറ്റ് എന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ. അല്ലെങ്കിൽ കാശ് കൊടുക്കൂലല്ലോ, ഒരാൾ നഷ്ടപ്പെട്ടൊന്നും ചെയ്യില്ലല്ലോ. മനസ്സിലായി. അപ്പോൾ സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ 100ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമാ രംഗത്തും ടെലിവിഷൻ സ്ക്രീനിലും ഒരേപോലെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിരവധി റോളുകൾ അങ്ങ് അഭിനയിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ്? മുൻപ് സ്കൂൾ കാലത്താണെങ്കിലും നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു താരതമ്യം? നാടക അഭിനയമാണ് എന്നെ സംബന്ധിച്ച് പ്രയാസം. സിനിമയും സീരിയലും എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല.
സിനിമയും സീരിയലുമായിട്ട് ഒരു വ്യത്യാസമില്ല. സീരിയലിൽ പിന്നെ ക്യാമറയ്ക്കകത്തൂടെ ഓടുന്ന ടേപ്പ്, സിനിമയ്ക്ക് ഫിലിം. ഇപ്പം സിനിമയ്ക്ക് തന്നെ ടേപ്പ് HD ഒക്കെ വന്നു കഴിഞ്ഞ്. അല്ല, ഇവ സിനിമയും സീരിയലുമായിട്ട് ഒരു വ്യത്യാസമില്ല. ബാലേട്ടൻ, ഈ സിനിമാ രംഗത്ത് വളരെ പ്രശസ്തമായ നിലയിൽ നിലനിൽക്കുന്നവർ, പക്ഷേ ഏതെങ്കിലും പ്രധാനപ്പെട്ട സീരിയലുകളിൽ തന്നെയും അഭിനയിച്ചു കഴിഞ്ഞാൽ അതൊരു കുറച്ചിലാണെന്നോ അങ്ങനെ തോന്നുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഇല്ല, എനിക്കത് തോന്നിയിട്ടില്ല. പലരും അപ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമയിൽ കിട്ടുന്നതിനേക്കാളും പ്രതിഫലം കുറച്ചായിരുന്നു ഇതിന് കിട്ടുന്നത്. പ്രതിഫലത്തിന്റെ പ്രശ്നമായിരിക്കും. നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്, അതിലെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ചൊക്കെ പുതിയ തലമുറയിലുള്ള ആളുകളോട് ബാലേട്ടന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ സംഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലായതുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം. ഇത് നമ്മൾ എപ്പോഴും ഹാർഡ് വർക്കറായിരിക്കണം. നമുക്ക് വിജയം നമ്മളെ ഈ തന്നെയാണ്. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഞാനിപ്പോൾ ആക്റ്റീവല്ല. ഞാൻ ആക്റ്റീവായിരുന്ന സമയത്ത് ഞാൻ സ്റ്റില്ലെടുക്കുമ്പോൾ എന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വിളിച്ചാൽ ഞാൻ തന്നെ എടുക്കണമെന്നാണ്. ഇപ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവൻ വന്ന് 2 പടം എടുത്തിട്ട് അയച്ചെന്നെ ഏൽപ്പിച്ചിട്ട് പോകും. ഞാൻ എടുത്തിട്ടുള്ള എല്ലാ പടങ്ങളും ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇടക്കാലങ്ങളിൽ ഞാൻ വിട്ടുകളഞ്ഞത്. എനിക്ക് 1-2 അസിസ്റ്റൻസിനെയൊക്കെ വെച്ചാൽ ഒരു സമയത്ത് വരില്ല. പിന്നെ പുതിയ തലമുറയുടെ അടുത്ത് പറയാനുള്ള ഒറ്റ വാക്കുള്ളൂ, നമ്മളെപ്പോഴും ഹാർഡ് വർക്കറായിരിക്കണം. പിന്നെ ശുഭാപ്തി വിശ്വാസം വേണം. എന്നെക്കൊണ്ട് ഇത് കൊള്ളൂല്ല, എന്നെക്കൊണ്ട് ഇത് അങ്ങനെ ഒരു വിശ്വാസം പാടില്ല. എന്നെക്കൊണ്ടിത് പറ്റും, എന്നെക്കൊണ്ടത് കഴിയും എന്ന് വിചാരിച്ചാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. പുതിയ തലമുറയുടെ അതേ പറയാവുള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ ജീവിതത്തിൽ സത്യസന്ധനായിരിക്കുക, ആരെയും വേദനിപ്പിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുക. ഏതായാലും കേരളീയ ജീവിതത്തിന്റെ ക്യാൻവാസിൽ രൂപത്തിലായാലും ഭാവത്തിലായാലും പ്രത്യേകതയുടെ പ്രതീകമായി ഏറെക്കാലം ഇനിയും ജനസാമാന്യത്തെ ആനന്ദിപ്പിച്ചും എന്നാൽ ഇടയ്ക്കിടെ ഇങ്ങനെ നല്ല ഉപദേശങ്ങൾ കൊടുത്തും ദീർഘകാലം ആരോഗ്യവാനായി പ്രസാദാത്മകത്വം സൂക്ഷിച്ചുകൊണ്ട് തന്നെ തുടർന്നും ജീവിക്കാൻ ബാലേട്ടന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഈ സമയം അനുവദിച്ചതിന് നന്ദി. നമസ്കാരം.